ഹലോ ആൾ എബ്രഹാം ഓസ്ലർ എന്ന സിനിമ കണ്ടു. ആ ഒരു സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. 5-ാം പാതിരയ്ക്ക് ശേഷം മിഥുൻ മാനുവൽ തോമസ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ എന്ന രീതിയിൽ തന്നെ വളരെയധികം എക്സ്പെക്ടേഷനോടുകൂടി തന്നെയാണ് എബ്രഹാം ഓസ്ലർ എന്ന ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നത്. അതോടൊപ്പം ജയറാമേട്ടൻ ഇതിങ്ങനെ ഒരു ക്രൈം ത്രില്ലർ സിനിമയിലേക്ക് വരുന്നു. അതോടൊപ്പം ഒരു എക്സ്റ്റെൻഡഡ് കോമിയോ റോൾ, ഒരു മെഗാസ്റ്റാറിന്റെ എക്സ്റ്റെൻഡഡ് കോമിയോ റോൾ ഉണ്ടെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ വരുന്നു. അതെല്ലാം കൊണ്ട് തന്നെ വളരെയധികം എക്സ്പെക്ടേഷനോട് കൂടി തന്നെയാണ് ഞാൻ ഇന്ന് രാവിലെ തിയേറ്ററിലേക്ക് പോയത്. എബ്രഹാം ഓസ്ലർ കണ്ടിറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ തന്നെ ഒരു സമ്മിശ്ര പ്രതികരണമാണ്. കാരണം പടം കണ്ടു, ഇഷ്ടപ്പെട്ടു, കൊള്ളാം, കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. പക്ഷേ പുതിയതായിട്ടൊന്നും കണ്ടതായിട്ട് എനിക്ക് ഒരു ഫീൽ കിട്ടിയില്ല. ഒരു പുതിയ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്തതായിട്ടുള്ളൊരു ഫീൽ കിട്ടിയില്ല. ഒരു സിനിമ കണ്ടിരിക്കാവുന്ന ഒരു ത്രില്ലർ പടം, ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. അതിനകത്ത് പുതുമയായിട്ട് എനിക്ക് തോന്നിയത് ജയറാമേട്ടന്റെ പ്രകടനം തന്നെയാണ്. വൺ ഓഫ് ദി പോസിറ്റീവ്, ഈ ഒരു സിനിമയുടെ പോസിറ്റീവുകളിൽ ഒന്നാണ് ജയറാമേട്ടന്റെ ആ ഒരു പ്രകടനം. ഈ ഒരു സിനിമയ്ക്കകത്ത് ജയറാമേട്ടൻ ഒരു പുതിയ ഒരാളാകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ബോഡി ലാംഗ്വേജ് കൊണ്ടും ഡയലോഗ് ഡെലിവറി കൊണ്ടും ഒക്കെ പുതിയ ഒരു ജയറാം ആകാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ശ്രമം നമുക്ക് പലപ്പോഴും ശ്രമിക്കുകയാണ് എന്നൊരു തോന്നലും ഉണ്ടാക്കുന്നുണ്ട്. എന്നിരുന്നാലും മൊത്തത്തിൽ ഓവറാൾ ഈ ഒരു സിനിമയുടെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ജയറാമേട്ടന്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ്. മിഥുൻ മാനുവൽ തോമസ് എന്ന ഡയറക്ടർ ആ ഒരു പീക്ക് ലെവലിൽ, അദ്ദേഹത്തിന്റെ ഡയറക്ഷനിലെ ഒരു പീക്ക് ലെവലിൽ വരണമെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ സ്ക്രിപ്റ്റിൽ ഡയറക്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരു സീരിയൽ കില്ലിംഗ്, അങ്ങനത്തെ ഒരു ക്രൈം ത്രില്ലർ പടങ്ങളില്ലേ, ആ ഒരു പടങ്ങളുടെ എല്ലാം ടെംപ്ലേറ്റ് അതേപോലെ തന്നെ പകർത്തി വെച്ചിരിക്കുന്ന ഒരു സിനിമയാണിത്. ഇതിനകത്ത് കുറ്റം ചെയ്യുന്ന ആൾക്കും പിന്നെ നായകനും എല്ലാം നേരത്തെ കണ്ടിട്ടുള്ള പടങ്ങളിലെ എന്താ പറയുക, ഫ്ലാഷ് ബാക്ക് പോലെ അല്ലെങ്കിൽ പാസ്റ്റ് പോലെ എന്തെങ്കിലുമൊക്കെ കഥകൾ പറയാനായിട്ട് കാണും. അതിൽ നിന്നുണ്ടാകുന്ന ക്രൈം, ഇതൊക്കെ നമ്മൾ നേരത്തെ പല സിനിമകളിലും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും എവിടെയൊക്കെയോ നമ്മൾ ഈ ഒരു സിനിമ പിടിച്ചിരുത്തുന്നുകൊണ്ട്, ആ പിടിച്ചിരുത്താനായിട്ട് സെക്കൻഡ് ഹാഫിൽ നമ്മുടെ മലയാളത്തിലെ ഒരു മെഗാ സ്റ്റാർ അവതരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം എൻഗേജിങ് ആയിട്ടും കണ്ടിരിക്കാവുന്ന ഒരു രീതിയിലൊക്കെയാണ് സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടി നമ്മൾ ഒരു തവണയൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. അങ്ങനെ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് വലിയ അനക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ സൈലന്റ് ആയിട്ട് എല്ലാവരും സിനിമയെ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമില് തിയേറ്റർ വെടിക്കുന്ന പോലെ, നമ്മുടെ ജയറാമേട്ടൻ ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞായിരുന്നു, ആ സ്ഥലത്ത് തിയേറ്റർ വെടിക്കും. അക്ഷരാർത്ഥത്തില് അത്രയും പേര് തിയേറ്ററിനകത്ത് ഉണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. ശരിക്കും രോമാഞ്ചം തന്നൊരു മൊമെന്റ് ആയിരുന്നു ഇത്. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു സിനിമ കണ്ടിട്ട് കൈയടിച്ച ഒരു മൊമെന്റും അതായിരുന്നു. കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ മെഗാ സ്റ്റാറിന്റെ ആ ഒരു എൻട്രി ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയണം. ഓക്കെ, ഞാൻ 150 രൂപ കൊടുത്ത് തിയേറ്ററിൽ പോയി സിനിമ കണ്ടത്, ആ 150 രൂപ എനിക്ക് ആ ഒരു സീനിൽ തന്നെ പൈസ വസൂലായെന്ന് പറയണം. കാരണം അമ്മാതിരി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അവിടെ കിട്ടിയത്. അക്ഷരാർത്ഥത്തിൽ തിയേറ്റർ വെടിക്കുന്ന കണക്കായിരുന്നു. അത്രയും പേര് തിയേറ്ററിനകത്ത് ഉണ്ടെന്ന് ഞാൻ ആ ടൈമിലാണ് അറിഞ്ഞത്. ഗംഭീര എൻട്രിയാണ്. അത് കാണാൻ തന്നെ വേണമെങ്കിൽ നമുക്ക് തിയേറ്ററിൽ പോയി കാണാവുന്നതാണ് ഈ ഒരു പടം. പിന്നെ മൊത്തത്തിൽ ഓവറാൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ക്രൈം നടക്കുന്നു, അതിനു മുമ്പ് തന്നെ നായകനൊരു പാസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ മെമ്മറീസ് എന്ന സിനിമയുമായിട്ടൊക്കെ സാമ്യമുള്ളതുപോലെ എനിക്ക് തോന്നി. അപ്പം മൊത്തത്തിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ത്രില്ലറുകളുടെ അതേ ഒരു ടെംപ്ലേറ്റിൽ പോകുന്ന ഒരു പടം. ഓക്കെ, എന്നിരുന്നാൽ കൂടി നമ്മൾക്ക് ഒരു തവണയൊക്കെ നല്ല ആസ്വദിച്ച് കാണാനുള്ളത് പടത്തിലുണ്ട്. ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എന്തോ ഒരു പുതുമ മിസ്സിംഗ് ആണ്. ഈ ഒരു സിനിമയ്ക്കകത്ത് പുതിയതായിട്ടൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇല്ലായിരുന്നു. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് തന്നത് നേരത്തെ പറഞ്ഞ കണക്ക് ജയറാമേട്ടന്റെ പ്രകടനം, പിന്നെ നമ്മുടെ മെഗാസ്റ്റാറിന്റെ എൻട്രി ഒക്കെയാണ് അതങ്ങ് കോമ്പൻസേറ്റ് ചെയ്ത് പോയത്. പിന്നെ മമ്മൂക്കയുടെ എൻട്രിക്ക് ശേഷം പിന്നെ മമ്മൂക്കയെ കണ്ടിരിക്കാൻ തന്നെ ഒരു രസമായിരുന്നു പടത്തിനകത്ത്. അദ്ദേഹത്തിന്റെ സേഫ് സോൺ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് പിന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് പിടിച്ചിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം മൊത്തത്തിൽ ഓവറാൾ നോക്കിയാൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്തൊക്കെയോ പുതുമകൾ മിസ്സായ പോലെ തോന്നുന്നു. ഒരു പുതിയതായിട്ടൊരു എലമെന്റ് ഈ ഒരു ത്രില്ലറിനകത്ത് ആഡ് ചെയ്തതായിട്ട് എനിക്ക് എവിടെയും തന്നെ തോന്നിയിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മിഥുൻ മുകുന്ദൻ എന്ന ആളാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്കിടെ എൻട്രിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ തീർച്ചയായിട്ടും ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മൊത്തത്തിൽ നോക്കിയാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചിരിക്കുന്ന ബാക്കിയുള്ളവർ എടുത്ത് പറയേണ്ടത്, ജഗദീഷ് ഏട്ടൻ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്, സെന്തിൽ ഈ ഒരു സിനിമയ്ക്കകത്ത് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഭിനേതാക്കളുടെ പ്രകടനമൊക്കെ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ എല്ലാവരും അവരവരുടേതായ റോൾ വലിയ വെറുപ്പിക്കലൊന്നും ഇല്ലാതെ നല്ല ഡീസെന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത്. പിന്നെ സിനിമാറ്റോഗ്രഫിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ത്രില്ലർ സിനിമകളുടെയൊക്കെ എങ്ങനെയാണോ കൈകാര്യം ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു പുതുമയില്ലാത്ത കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു നല്ല സിനിമ, അതാണ് എബ്രഹാം ഓസ്ലർ. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ അതേപോലെ തന്നെ പറഞ്ഞു.